Question number 8. Consider f from r plus 2 4 infinity given by f of x is equal to x square plus 4. Show that f is invertible with the inverse f inverse of f given by f inverse of y is equal to root of y minus 4, where r plus is the set of all non-negative real numbers. ഈ ക്വസ്റ്റനിൽ നമുക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഡിഫൈൻ ചെയ്തേക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 4 എന്നാണ്. അപ്പോൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എഫിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൈ മൈനസ് 4 ആണ്. ഇവിടെ ഫംഗ്ഷൻ ഡൊമൈൻ എന്ന് പറയുന്നത് ആർ പ്ലസ് ആണ്. ആർ പ്ലസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്, അതായത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതിലൊരു നോട്ട് പറഞ്ഞായിരുന്നു. അതായത് ഇൻവേഴ്സ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. ഒന്ന് ഇൻവെർട്ടിബിളിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് അങ്ങനെ തന്നെ ചെയ്തു പോകാം. അല്ലെങ്കിൽ ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 3 സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യനും രണ്ട് മെത്തേഡും വെച്ച് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇൻവേർട്ടിബിളിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ചുള്ള മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പം എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നത് ആർ പ്ലസ് സിന്ന് ക്ലോസ് ടു 4 ഇൻഫിനിറ്റി ഓപ്പൺ ഇൻഫിനിറ്റിയിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 4 ആണ് തന്നിട്ടുണ്ട്. ഇനി ഇൻവേർട്ടിബിൾ ഡെഫിനേഷൻ അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ വേണം. അപ്പോൾ ആ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫ് ആയിട്ട് നമ്മൾ കോമ്പോസിഷൻ എടുക്കുമ്പോൾ, അതായത് എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫ് എടുക്കുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കിട്ടണം. അപ്പോൾ ആ ജി ആയിരിക്കും നമ്മുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ജീനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കും, എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കും. വൈ എന്ന് പറയുന്നത് നമ്മുടെ എഫിൻ്റെ റേഞ്ചിലത്തെ ഫംഗ്ഷനായിട്ട് എടുക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ സോൾവ് ചെയ്തിട്ട് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വൈയുടെ ഫംഗ്ഷനായിട്ട് നമ്മൾ എഴുതും. അപ്പോൾ വൈ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് റേഞ്ചിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് നമുക്ക് ആർ പ്ലസ്സിലുണ്ടെന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ജി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് ഒന്ന് ചെയ്ത് നോക്കാം. വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞെടുത്തു. അതായത് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 4 ആണ്. ഇതിൽ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണം. അപ്പോൾ എക്സ് സ്ക്വയറിനെ അവിടെ നിർത്തിയിട്ട് നമ്മൾ വൈനെ 4നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ വൈ മൈനസ് 4 എന്ന് പറഞ്ഞു കിട്ടും. വിച്ച് ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൈ മൈനസ് 4 ആണ്. നെഗറ്റീവ് എടുക്കേണ്ട, കാരണം ആർ പ്ലസ് ആണ്. എക്സ് എന്ന് പറയുന്നത് ആർ പ്ലസിലത്തെ എലമെൻ്റ് ആണ് വരുന്നത്. ആർ പ്ലസ് എന്ന് പറയുമ്പോൾ എന്തായാലും നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ ഈ എക്സ് എവിടുത്തെ എലമെൻ്റ്, ആറിലത്തെ എലമെൻ്റ് ആണ്. ഇനി ഈ എക്സിനെ നമ്മൾ ജി ഓഫ് വൈ ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. അപ്പോൾ ലെറ്റ് ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൈ മൈനസ് 4. ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇൻവേർട്ടിബിൾ ഡെഫിനേഷൻ അനുസരിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞെടുക്കും. ഈ വൈ എടുക്കുന്നത് റേഞ്ചിലത്തെ ഒരു എലമെൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ റേഞ്ചിലത്തെ എലമെൻറ്റ്സ് ഒക്കെ, റേഞ്ച് എന്ന് പറയുന്നത് ഇമേജുകളുടെ കളക്ഷനാണ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. ആ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റേഞ്ചിലുള്ള എലമെൻറ്റ്സ് മൊത്തം എന്ത് ഫോമിലായിരിക്കും, എക്സ് സ്ക്വയർ പ്ലസ് 4 എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും. അപ്പോൾ വൈ എന്ന് പറയുന്നത് റേഞ്ചിൽ എടുക്കുകയാണെങ്കിൽ ആ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതി. ഇനി ഈ എക്സിനെ നമ്മൾ ജി ഓഫ് ഐ എന്ന് പറഞ്ഞ ഫംഗ്ഷനായിട്ട് ഡിനോട്ട് ചെയ്യണം. അപ്പോൾ ഈ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കിട്ടുകയാണെങ്കിൽ ഈ ജി ആണ് നമ്മുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഇൻവേർട്ടിബിളിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച്, പക്ക ഡെഫിനേഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. നമുക്കിനി ഫസ്റ്റ് ജി കോമ്പോസിഷൻ എഫ് നോക്കാം. അത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കിട്ടുന്നുണ്ടോ നോക്കാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോമ്പോസിഷൻ ഡെഫിനേഷൻ അനുസരിച്ച് എന്താ പറയുക, ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 4 ആണ്. അപ്പോൾ ജി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് വൈ എന്ന് പറയുന്നത് എന്താ, റൂട്ട് ഓഫ് വൈ മൈനസ് 4 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് ഈ വൈയുടെ പ്ലേസിൽ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 4 എഴുതാം. ജി ഓഫ് വൈയിൽ ജി ഓഫ് ഐ ഇസ് ഈക്വൽ റൂട്ട് ഓഫ് വൈ മൈനസ് 4 ആണെങ്കിൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റൂട്ട് ഓഫ് എക്സ് മൈനസ് 4 ആയിരിക്കില്ലേ. അപ്പോൾ ഈ ജി ഓഫ് എക്സിൽ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 4 എഴുതാം. ജി ഓഫ് എക്സിലെ എക്സിൻ്റെ പ്ലേസിൽ എക്സ് സ്ക്വയർ പ്ലസ് 4 എഴുതാം. അപ്പോൾ ജി ഓഫ് എക്സ് ഏതാണ്, ജി ഓഫ് റൂട്ട് ഓഫ് ആണ് വരുന്നത്. എക്സിൻ്റെ അവിടെ എക്സ് സ്ക്വയർ പ്ലസ് 4 എഴുതി. ബാക്കി ജി ഓഫ് എക്സിൽ വരുന്നത് -4 ആണ്.
റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4 മൈനസ് 4 ആണ് വരുന്നത്. അപ്പോൾ ഈ 4ഉം മൈനസ് 4ഉം ക്യാൻസൽ ചെയ്ത് പോലോ, ബാക്കി എന്തുണ്ടാവും, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, എക്സ് വരും. അതായത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അതായത് ഡൊമൈനിലത്തെ എക്സ് എന്ന് പറഞ്ഞ എക്സ് ആർബിട്രറി ആണ്. അപ്പോൾ ഏതൊരു എക്സ് എന്ന് പറഞ്ഞ എലമെൻറ്റ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഇമേജ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് മാപ്പ് ചെയ്യണത് അതേ എലമെൻറ്റിക്ക് തന്നെയാണ്. അപ്പോൾ എക്സിൻ്റെ ഇമേജ് എക്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഏത് വാല്യൂ ചൂസ് ചെയ്താലും അത് തന്നെയാണ് അതിൻ്റെ ഇമേജ് വരുന്നത്. അപ്പോൾ ഇത് ഐഡൻറ്റിറ്റി ആണെന്ന് പറഞ്ഞു കിട്ടും. ഇനി അടുത്തത് എന്താ നോക്കണ്ടേ, എഫ് കോമ്പോസിഷൻ ജി നോക്കണം. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എടുക്കുകയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഡെഫിനേഷൻ അനുസരിച്ച് എന്താ, കോമ്പോസിഷൻ ഡെഫിനേഷൻ അനുസരിച്ച് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്താണ്, റൂട്ട് ഓഫ് എക്സ് മൈനസ് 4 വരുന്നത്. റൂട്ട് ഓഫ് എക്സ് മൈനസ് 4 എഴുതി. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 4 ആയിരുന്നു. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത്, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ എക്സിൻ്റെ സ്ക്വയർ പ്ലസ് 4. അപ്പോൾ നമ്മൾ ഈ എഫ് ഓഫ് എക്സിൽ എക്സിൻ്റെ പ്ലേസിൽ റൂട്ട് ഓഫ് എക്സ് മൈനസ് 4 എഴുതാണ്, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സിലെ എക്സിൻ്റെ പ്ലേസിൽ റൂട്ട് ഓഫ് എക്സ് മൈനസ് 4. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ അവിടെ റൂട്ട് ഓഫ് എക്സ് മൈനസ് 4 എഴുതി, എക്സിൻ്റെ പ്ലേസിൽ എഴുതി, അവിടെ സ്ക്വയറും കൂടി ഉണ്ട്, എക്സ് സ്ക്വയർ ഉണ്ട്, പ്ലസ് 4 ആണ്. അപ്പോൾ ഇതിന് എന്ത് കിട്ടും, റൂട്ട് ഓഫ് എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ റൂട്ടും സ്ക്വയറും പോകുമല്ലോ. അപ്പോൾ എക്സ് മൈനസ് 4 വരും, പ്ലസ് ആ 4ഉം വന്നു. ഈ മൈനസ് 4ഉം പ്ലസ് 4ഉം ക്യാൻസൽ ചെയ്ത് പോയി, നമുക്ക് എക്സ് കിട്ടും. അതായത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണെന്ന് പറഞ്ഞു കിട്ടി. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ഏതൊരു എലമെൻ്റ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. അപ്പോൾ ഇതും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ. സിൻസ് എഫ് കോമ്പോസിഷൻ ജി ഇസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇൻവെർട്ടിബിൾ ഡെഫിനേഷൻ അനുസരിച്ച് എന്ത് പറയാം, എഫ് എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ ആണെന്ന് പറയാലോ. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഇസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു ഐ ആണ്. അതായത് എഫ് ആൻഡ് ജി ആർ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ. ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ. ഹെൻസ് എഫ് എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ ആണ്. അപ്പോൾ എഫിൻ്റെ ഇൻവേഴ്സ് എന്താണ്, ജി ആണ് എഫിൻ്റെ ഇൻവേഴ്സ് വരുന്നത്. ജി ഓഫ് വൈ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എഴുതിയിട്ടുണ്ട്, റൂട്ട് ഓഫ് വൈ മൈനസ് 4 എന്ന് പറയുന്നുണ്ട്. ഇനി എഫിൻ്റെ ഇൻവേഴ്സ് ജി ആണ്. ആ ജീനെ നമ്മളിങ്ങനെ, അതായത് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ജി ആണ്. ജീനെ നമ്മൾ എഫ് ഇൻവേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത്, എഫിൻ്റെ ഇൻവേഴ്സിന് ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഇൻവേഴ്സ് പറഞ്ഞിട്ടാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ ജി ആണ്. ജി ഓഫ് വൈ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വൈ മൈനസ് 4 ആണ്. അപ്പോൾ ആ ജിയുടെ പ്ലേസിൽ നമ്മൾ എഫ് ഇൻവേഴ്സ് കൊടുക്കാം. അപ്പോൾ എന്ത് വരും, എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വൈ മൈനസ് 4 എന്ന് പറഞ്ഞിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു മെത്തേഡ് നമ്മൾ ഡയറക്റ്റ് ഇൻവെർട്ടിബിളിൻ്റെ ഫോർമുല വെച്ചിട്ടാണ് ചെയ്തത്, ഡെഫിനേഷൻ വെച്ചിട്ടാണ് ചെയ്തത്. ഇനി സെക്കൻഡ് മെത്തേഡ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ 3 സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യണം. ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എഫ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം. അപ്പോൾ 1 ആണെന്ന് നമ്മൾ എങ്ങനെ ഫസ്റ്റ് ചെക്ക് ചെയ്യുക, ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 4 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷൻ 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, x1 x2 എന്ന് പറയുന്നത് 2 എലമെൻറ്റ്സ് ഡൊമൈനിൽ എടുത്തിട്ട് എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പറയുന്നത് ഇംപ്ലൈസ് x1 ഇസ് ഈക്വൽ ടു x2 എന്ന് പറഞ്ഞത്. ഇത് ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഇസ് ഈക്വൽ ടു x2 ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ലെറ്റ് x1 x2 എന്ന് പറയുന്നത് ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ആർ പ്ലസ് ആയിരുന്നു, സച്ച് ദാറ്റ് എന്താ എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2. അപ്പോൾ ഡൊമൈനിലത്തെ 2 എലമെൻറ്റ്സ് എടുത്തു, എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് പറഞ്ഞാൽ കാണിക്കേണ്ടത്. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 4 ആണ്. അപ്പോൾ എഫ് ഓഫ് x1 എന്ന് പറയുന്നതോ x1 സ്ക്വയർ പ്ലസ് 4 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പറയുന്നത് x2 സ്ക്വയർ പ്ലസ് 4 ആണ്.
അപ്പോൾ ഈ ഇക്വേഷന് രണ്ട് സൈഡിലും സെയിം സൈഡിൽ 4 ഉണ്ട്. അപ്പോൾ ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്ത് കളയാലോ. വിച്ച് ഇംപ്ലൈസ് x1² ഈസ് ഈക്വൽ ടു x2². ഇനി ഈ x2നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ എന്ത് വരും? x1² മൈനസ് x2² ഈസ് ഈക്വൽ ടു 0. നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. അതായത് a² മൈനസ് b² എന്ന് പറയുന്നത് a+b ഇൻറ്റു a മൈനസ് b ആണ്. അപ്പോൾ അത് വെച്ച് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? x1 മൈനസ് x2 ഇൻറ്റു x1 പ്ലസ് x2 വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അതായത് ഒന്നില്ലെങ്കിൽ രണ്ട് പ്രൊഡക്റ്റ് 0 ആവാമെന്ന് പറയുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ ടേം 0 ആയിരിക്കും, അല്ലെങ്കിൽ ഈ ടേം 0 ആയിരിക്കും. പ്രൊഡക്റ്റ് 0 ആകുമ്പോൾ അപ്പോൾ x1 മൈനസ് x2 ഈക്വൽ ടു 0 ഓർ x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 0. ഇനി x1 പ്ലസ് x2 ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ ഇവിടെ എന്താ വരിക? x1 ഈസ് ഈക്വൽ ടു മൈനസ് x2 എന്ന് പറഞ്ഞാൽ വരിക. പക്ഷേ അതായത് ഒരു നെഗറ്റീവ് നമ്പർ വന്നിട്ടുണ്ട്. ഈ x1ഉം x2 എവിടുത്തെ എലമെൻറ്റ്സ് ആയിരുന്നു? ആർ പ്ലസിലത്തെ എലമെൻറ്റ്സാണ്. അതായത് പോസിറ്റീവ് റിയൽ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നും നമ്മുടെ ഡൊമൈനിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ കേസ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ x1 മൈനസ് x2 ഇസ് ഈക്വൽ ടു 0 ആണ് നമുക്ക് വരിക. വിച്ച് ഇംപ്ലൈസ് x1 മൈനസ് x2 ഇസ് ഈക്വൽ ടു 0 വരുള്ളൂ. സിൻസ് x1 x2 എന്ന് പറയുന്നത് ആർ പ്ലസിലത്തെ എലമെൻറ്റ്സ് ആയ കാരണം കൊണ്ട്. വിച്ച് ഇംപ്ലൈസ് x1 ഈസ് ഈക്വൽ ടു x2 ആവുമല്ലോ. അതായത് എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈസ് ഈക്വൽ ടു x2. അപ്പോൾ അതിൽ നമുക്ക് എഫ് എന്ന് പറയുന്നത് 1 ആണെന്ന് പറഞ്ഞു കിട്ടും. ഇനി എഫ് ഓൺ ടു ആണോ നോക്കണം. നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണോ നോക്കുക. ആദ്യം y എന്ന് പറയുന്നത് അതിൻ്റെ കോഡൊമൈൻ എന്ന് പറഞ്ഞെടുക്കും. y എന്ന് പറയുന്ന എലമെൻറ്റ് ഇവിടുത്തെ കോഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഫോർ ഓപ്പൺ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ y എന്ന് പറയുന്നത് ഫോർ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞെടുത്തു. സച്ച് ദാറ്റ് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പോൾ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? കോഡൊമൈനിലത്തെ ഒരു എലമെൻറ്റ് y എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡൊമൈനിൽ നമുക്കൊരു ഇമേജ് ഉണ്ടായിരിക്കണം, ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡൊമൈനിൽ ഉണ്ടായിരിക്കണം. സച്ച് ദാറ്റ് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞെടുത്തു. ഇംപ്ലൈസ് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? x² പ്ലസ് 4 ആണ്. വിച്ച് ഇംപ്ലൈസ് x² ഈസ് ഈക്വൽ ടു y മൈനസ് 4 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് y മൈനസ് 4 എന്ന് പറഞ്ഞു കിട്ടും. പ്ലസ് ഉണ്ടാവില്ല, മൈനസ് ഉണ്ടാവില്ല, കാരണം എക്സ് എന്ന് പറയുന്നത് ആർ പ്ലസിലത്തെ എലമെൻ്റ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കിട്ടി. ഇത് ബിലോങ്സ് ടു ആർ പ്ലസിലത്തെയാണ്. അതായത് ഏതൊരു y എന്ന് പറയുന്നത് കോഡൊമൈനിൽ എടുക്കുകയാണെങ്കിലും ആ yക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു എക്സിനെ കിട്ടും. എവിടെ? ഡൊമൈനിൽ കിട്ടും. അപ്പോൾ എഫ് ഓഫ് എക്സ്, പിന്നെ നമ്മൾ എന്താ ചെയ്യാറ്? ഓൺ ടു വന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ ഈ വാല്യൂ ഇട്ട് കൊടുക്കും. അപ്പം എഫ് ഓഫ് റൂട്ട് ഓഫ് y മൈനസ് 4. ഇനി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² പ്ലസ് 4 ആണ്. അപ്പോൾ ഈ എഫ് ഓഫ് റൂട്ട് ഓഫ് y മൈനസ് 4 എന്ന് പറഞ്ഞാലോ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ റൂട്ട് ഓഫ് y മൈനസ് 4 ഇട്ട് കൊടുക്കുക. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എക്സിൻ്റെ പ്ലേസിൽ റൂട്ട് ഓഫ് y മൈനസ് 4 ഇട്ട് കൊടുത്തു. അവിടെ എക്സിനൊരു സ്ക്വയർ ഉണ്ട്, അപ്പോൾ ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്തു, പ്ലസ് 4 ഇട്ടു. അപ്പോൾ സ്ക്വയർ റൂട്ടും സ്ക്വയറും വന്നേക്കുന്നത്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ബാക്കി എന്തുണ്ടാവും? y മൈനസ് 4 പ്ലസ് 4 എന്ന് പറഞ്ഞു കിട്ടും. മൈനസ് 4ഉം പ്ലസ് 4ഉം പോലോ, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? y വരും. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു y എന്ന് പറഞ്ഞു കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഏതൊരു എലമെൻറ്റ് കോഡൊമൈനിൽ എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് ഡൊമൈനിൽ ഉണ്ടായിരിക്കും. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു y. അപ്പോൾ ഓൺ ടുവിൻ്റെ ഡെഫിനേഷൻ ഇവിടെ നമ്മൾ ചെയ്ത് കാണിച്ചു. ദെർഫോർ എഫ് ഈസ് ഓൺ ടു ആണ്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് 1 ആണ്, ഓൺ ടു ആയ കാരണം കൊണ്ട് എഫിനൊരു ഇൻവേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. സിൻസ് എഫ് ഈസ് 1 ആൻഡ് ഓൺ ടു, എഫ് ഹാസ് ഇൻവേഴ്സ് ഓർ എഫ് എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണ്. എഫ് ഈസ് ഇൻവേർട്ടിബിൾ. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? ബൈജക്റ്റീവ് ഫംഗ്ഷനായി. ഇപ്പോൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരു നോട്ട് പറഞ്ഞായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 3 സ്റ്റെപ്പാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ എന്താ പറഞ്ഞത്? ലെറ്റ് y ഈസ് ഈക്വൽ ടു
എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതിൽ നിന്ന് എക്സ് ഈസ് ഈക്വൽ ടു, അതായത് എക്സിനെ വൈയുടെ ഒരു ഫംഗ്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുക. y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, എക്സ് സ്ക്വയർ പ്ലസ് 4 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ് ഇസ് ഈക്വൽ നമ്മൾ ഓൺ ടുൻ്റെ സ്റ്റെപ്പിൽ ചെയ്തിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് y മൈനസ് 4 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ഇതിന് നമ്മൾ ജി ഓഫ് വൈ ഒക്കെ ആയിട്ട് എടുക്കുകയാണ്. അതായത് ഫംഗ്ഷൻ ഓഫ് വൈ അല്ല വരുന്നത്. അപ്പോൾ അതിന് ജി ഓഫ് വൈ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. ഇനി അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സിനെ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുക, വൈനെ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ എക്സിനെ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ വെച്ചിട്ട് എഴുതാം. അതായത് ഒന്നില്ലെങ്കിൽ ഈ ഫംഗ്ഷനെ നമ്മൾ ഫുൾ എക്സിൻ്റെ ടേമിൽ എഴുതാം, അല്ലെങ്കിൽ ഫുൾ വൈയുടെ ടേമിൽ എഴുതാം. അപ്പോൾ എക്സിനെ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ, നമുക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൈ മൈനസ് 4 എന്ന് പറഞ്ഞാൽ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എക്സിനെ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, റൂട്ട് ഓഫ് വൈ മൈനസ് 4 ആണ് ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എക്സിനെ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുക, പിന്നെ വൈനെ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ വൈനെ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 4 വരും. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൈ മൈനസ് 4, അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 4. എങ്ങനെ ഇതായാലും സെയിം തന്നെയാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഇൻവേഴ്സ് ഈ ഇതാന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. റൂട്ട് ഓഫ് വൈ മൈനസ് 4 ആണ് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻവേഴ്സ്. ഇപ്പോൾ 2 മെത്തേഡ് ചെയ്തു. ഏത് മെത്തേഡ് എളുപ്പം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്താൽ മതി. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. താങ്ക് യു.